ഹാഷ്മി നമസ്കാരം. ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വന്നത് ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. നല്ലോണം കൊടുത്തൂല്ലേ? പാവോ കൊടുത്തത് കുറഞ്ഞുപോയി. എന്റെ ഉള്ളിൽ ഉറച്ച സത്യവും നീതിയും ഉണ്ടായതുകൊണ്ടും എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചതും കൊണ്ട് തന്നെയാണ്. ഇതുവരെ തീർന്നില്ലേ? നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലകളിൽ എനിക്ക് ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്കുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എന്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. ഏത് നരനായ്ക്കളെ ഈറ്റ കള്ളത്തരം പാടി നടക്കുന്നു? നെറുകേട് കാണിക്കുമെന്ന് എന്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല, ഹാഷ്മി ഒരു നല്ല മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്ക് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടാ. എനിക്കെതിരെ എന്തൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ഇത്രയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനുശേഷമാണ് നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നതും അല്ലെങ്കിൽ എന്നെ പൊളിച്ചെടുക്കേണ്ടിയിരുന്നതും എന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നുവെന്നും ആ നിലപാടുകൾ എത്ര തവണ ഞാൻ മാറ്റി പറഞ്ഞെന്നും ആ മാറ്റിപ്പറഞ്ഞ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നായി പൊളിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഹാഷ്മിക്ക് ഒരു ഷേക്കാൻഡ് തന്നെ. എന്നെ വഞ്ചിച്ചാൽ എനിക്ക് വിഷമമില്ല. പിന്നെ എന്താടാ നിന്റെ പ്രശ്നം? എടോ, ഉള്ളിലൊരു വിങ്ങലാണെന്ന്. ഓ അങ്ങനെ. രാവിലെ വന്നിരുന്ന BJP അനുകൂലിച്ചും ഉച്ചയ്ക്ക് വന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ചും രാത്രിയിൽ വന്നിരുന്ന കോൺഗ്രസിനെ അനുകൂലിച്ചും പിറ്റേ ദിവസം VD സതീശനെ തള്ളിപ്പറഞ്ഞു ഉച്ചയ്ക്ക് VD സതീശനെ അനുകൂലിച്ചും വൈകുന്നേരം നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിറ്റേ ദിവസം നരേന്ദ്രമോദിയെ തെറിവിളിച്ചും അല്ലെങ്കിൽ പിണറായി വിജയനെ അനുകൂലിച്ചും പിണറായി വിജയനെ തെറിവിളിച്ചും ഒക്കെ സംസാരിച്ച ശീലമുള്ള ഹാഷ്മി എന്നോട് ചോദിക്കുകയാണ് അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോന്നും. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ഞാൻ മാറ്റി പറഞ്ഞ 5 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോകൂ ഹാഷ്മി എന്ന് പറഞ്ഞപ്പോ ഹാഷ്മി എടുത്ത വായിൽ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ എനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിക്കേണ്ടിരുന്ന വിഷയം? എന്തുകൊണ്ട് ഞാൻ BJPയിലേക്ക് പോയി? കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ഞാൻ എന്തുകൊണ്ട് BJPയിലേക്ക് പോയി എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. എന്തിന്? അതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ പറയണ്ടോ? വല്ല കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമാണ്. മാധ്യമ പ്രവർത്തന നിലയിൽ ഹാഷ്മി നിങ്ങൾ ഒരു വലിയ പരാജയമായി മാറിയിരിക്കുന്നു. വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഫ്ലോർ ഉപയോഗിച്ച് നിങ്ങളെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല എന്ന്. എന്താ മാഷേ ഇത്? സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ഇരിക്കും. അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. ഒരു കാര്യം കൂടി എനിക്ക് ഹാഷ്മിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ നീ ഒരു മാതിരി കോത്താഴത്തെ വർത്താനം പറയരുത് കേട്ടോ. ലൈവായി ഞാനുമായി സംവദിക്കാൻ ഹാഷ്മിക്ക് താല്പര്യമുണ്ടോ? വേണ്ട. ഒന്ന് പോയടാ അവിടുന്ന്. ധൈര്യമുണ്ടെങ്കിൽ നീ വാ. ധൈര്യമുണ്ടെങ്കിൽ വാ. ലൈവായി ഞാനുമായി സംവദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നീ വാ. വെളിയിലോട്ട് ഇറങ്ങി വന്നാ നീ എന്നെ അങ്ങ് ചെത്തിക്കളയും. താൻ പറിക്കും, പഴം പറിക്കും.